ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ദേ വന്നിരിക്കുകയാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. ആൻഡ് സിനിമാറ്റോഗ്രാഫർ ടെനി ഈശ്വർ, അതുപോലെ മ്യൂസിക് ബൈ മിഥുൻ മുകുന്ദൻ, എഡിറ്റർ ഷമീർ മുഹമ്മദ് തുടങ്ങിയവരൊക്കെയാണ് സിനിമയുടെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കുറേ ആൾക്കാർ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ ജയറാമേട്ടൻ ഇസ് ദർ ഇസ് ദ ലീഡ് ആക്ടർ. ദെൻ വി ഹാവ് ജഗദീഷ് ഏട്ടൻ. അങ്ങനെ ഒരുപാട് കാസ്റ്റും കാര്യങ്ങളൊക്കെ സിനിമയിൽ പോകുന്നുണ്ട്. സോ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു ത്രില്ലർ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഇതിലെ മെയിൻ വില്ലൻ തന്നെ മിഥുൻ മാനുവൽ തോമസ് ആണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി തന്നെയാണ് ഈ മലയാള സിനിമയിൽ ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ത്രില്ലർ ജോണറയിലെ ഏറ്റവും ടോപ്പ് ഹെവി പടം അഞ്ചാം പാതിര. അപ്പം പൊതുവെ നമ്മളെല്ലാവരും അത് കണ്ടിട്ടുണ്ട്. നമുക്കൊരു അതിലെ മറ്റേ ഫ്രെയിമിങ്ങും അതിൻ്റെ ഒരു ഡയറക്ഷനും അതിൻ്റെ ഒരു വേ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ രസമാണ്. ദർ ഈസ് എവറിത്തിങ് ഇൻ ദാറ്റ് മൂവി. വളരെ ഇൻറ്റൻസിഫൈ ആയിട്ടുള്ളൊരു ഇതുണ്ട്. നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്നൊരു സംഭവമുണ്ട്. അതിൽ ക്ലൈമാക്സ് കിടിലമാണ്. സോ എവറിത്തിങ് ഇസ് സോ നമ്മളൊരു ഗുമ്മിനെസ് ഉണ്ട് ആ പടത്തിന്. ഈ പടത്തിനൊരു ഗുമ്മിനെസ് കുറവായി ഫീൽ ചെയ്ത് എനിക്ക് പേഴ്സണലി. ഞാൻ ഭയങ്കര ശ്വാക പടമൊന്നും അല്ല പറയാനായിട്ട്. ഇറ്റ്സ് എ ഗുഡ് വൺ ടൈം വാച്ച്. ഒരു ത്രില്ലർ എന്നുള്ളൊരു സിനിമ കാണുന്നത് പോലെ തന്നെ ഏതൊരു ത്രില്ലർ സിനിമ കാണുന്ന പോലെ ഇത് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം. ആൻഡ് ഐ ഫീൽ കുറച്ചും കൂടെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ ഇത് റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഭയങ്കരമായിട്ട് സ്ക്രിപ്റ്റിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല രീതിയിലൊരു റിസർച്ച് അതിന് പോയിട്ടുണ്ട്. എസ്പെഷ്യലി റിഗാർഡിങ് മെഡിക്കൽ ടേംസ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. അത് ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ സത്യം പറഞ്ഞ ഹാറ്റ്സ് ഓഫ്. പക്ഷെ ഞാൻ പറഞ്ഞു സിനിമ ത്രൂ ഔട്ട് ഒരു ഇത് എഫക്റ്റ് ഇല്ല. ഇതായിപ്പോയി നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ആർട്ടിഫിഷ്യാലിറ്റിയും തോന്നുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഡയലോഗ്സ്. പിന്നെ ആ പൂമാനമേ സോങ് പ്ലേസ് ചെയ്തേക്കുന്ന സ്ഥലങ്ങൾ ആ ഒരു നറേറ്റീവിൻ്റെ ഇതിൽ ഒരു ഇതായിപ്പോയി. പിന്നെ ഈ ഞാൻ പറഞ്ഞു ചില ആൾക്കാരെയൊക്കെ എക്സ്പ്രഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ഡെഡ് ബോഡി കണ്ട് ഞെട്ടുന്ന ആൾക്കാർ അതൊക്കെ പറഞ്ഞിട്ടൊക്കെ വെൻ യു ആർ ഡയറക്റ്റിംഗ് യു ഹാവ് ദാറ്റ്. അതായത് നല്ല രീതിയിൽ ഞെട്ടുന്നത് തന്നാൽ നമുക്കത് യൂസ് ചെയ്യാം ആ ഒരു ഷോട്ട്. അല്ലാത്തെങ്കിൽ ഒരു ബാക്ക് ഷോട്ടിൽ തന്നെ ഞെട്ടൽ വന്നിട്ട് മറ്റേ ഡെഡ് ബോഡിയിലോട്ട് ഫോക്കസ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും സിനിമയിൽ ചെയ്യാം. സോ ഭയങ്കര കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി എനിക്കുണ്ടായിരുന്നു. പിന്നെ ദ ക്യാമിയോ, യെസ് ഡെഫിനറ്റ്ലി ദ ക്യാമിയോ ഇസ് ദെയർ. സോ എൻജോയ് ദാറ്റ്. അതൊരു രസമാണ്. ആ ഒരു റിവീലിംഗ് ഷോട്ടും കാര്യങ്ങളൊക്കെ രസമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹീ ഡിഡ് ദിസ് പാർട്ട് കിഡിലോസ്കി. ജയറാമേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടനെ ഞാൻ ഇതുപോലത്തെ ഒരു വളരെ സട്ടിലായിട്ടൊക്കെ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈസ് ഡൺ ഇസ് പാർട്ട് വെരി വെൽ. നല്ല രസമായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ആ ഒരു മാനസികാവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ക്ലൈമാക്സിൽ ഒരു പഞ്ച് പരിപാടി എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എസ്പെഷ്യലി വിത്ത് ഇൻ്ററഗേഷൻ സീൻ വിത്ത് അർജുൻ അശോകൻ. അത് രസമായിരുന്നു കേട്ടോ. ആ ഒരു സാധനം നൈസായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഫ്ലാഷ് ബാക്കിൽ വരുന്ന സാധനത്തിലോട്ടൊന്നും ഇമോഷണലി അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല എനിക്ക് പേഴ്സണലിയാണ്. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പടം ഒന്നെങ്കിൽ ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം, അല്ലാത്തവർക്ക് ഏതൊരു ത്രില്ലർ പടം പോലെ ഫീൽ ചെയ്യുന്ന മറ്റൊരു ത്രില്ലർ സിനിമ എന്നുള്ളൊരു അനുഭവത്തിലോട്ട് പോകും. ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഇവിടെ വരാൻ പോകുന്നത്. എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. നമുക്കിങ്ങനെ സമയം പോകുന്നത് അറിയത്തില്ല. ഇറ്റ്സ് വെൽ പേസ്ഡ്. നല്ല രീതി ഫസ്റ്റ് ഹാഫൊക്കെ നല്ല ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫിൽ ബാക്ക് സ്റ്റോറി വരുന്നതിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് അതൊന്ന് ഡ്രോപ്പ് ആവുന്നുണ്ട്. ബട്ട് ലൈക്ക് ഐ സെഡ് ഇറ്റ്സ് എ ഗുഡ് വൺ ടൈം വാച്ച് മൂവി. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ പ്ലീസ് ടു ടെൽ മീ ഹൗ ഡിഡ് യു ലൈക്ക് ഇറ്റ്. നിങ്ങൾ സ്പോയിലറൊന്നും കാര്യങ്ങളൊന്നും ചെയ്യരുത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഒരു പോസ്റ്ററൊക്കെ അടിച്ചിറക്കിയെന്ന് തോന്നുന്നു ആ ക്യാമിയോ വരെ. പക്ഷേ എന്നാലും എനിക്ക് പറയാൻ ഒരു മടിയടെ. നിങ്ങൾ കാണും, എന്നാലേ ഒരു പഞ്ച് കാണത്തുള്ളൂ. ആകെ എനിക്ക് ആ മനുഷ്യൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങ് എൻജോയ് ചെയ്യണം കേട്ടോ. പുള്ളി ഇങ്ങനെയൊക്കെ ക്യാമിയോയൊക്കെ പുള്ളി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നോ യൂസ്. പുള്ളി അത് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞ ഹാറ്റ്സ് ഓഫ്. ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ എനിക്കിതിൽ റോളില്ല, എനിക്കിതിൽ സീനില്ല, എനിക്കിതിൽ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്ന സാധനം പുള്ളി അത് ചെയ്യുന്നു എന്നുള്ളതിലാണ് എനിക്ക് ആ മനുഷ്യൻ്റെ അടുത്തൊരു വലിയ റെസ്പെക്റ്റ് ഉള്ളത്. ഒന്നുമില്ല, ഒന്നും പറയാനില്ല. പുള്ളിയുടെ ടീസർ വരുന്നുണ്ട് കേട്ടോ 5 മണിക്ക്. അതിന് കട്ട വെയിറ്റിംഗ് ആണ്. ആ പടത്തിന് കട്ട വെയിറ്റിംഗ് ആണ്. ബ്രഹ്മയുഗം. ലെറ്റ്സ് റിയാക്ട് ടു ദാറ്റ് ടീസർ.